യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ആരാധന ചിന്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും സങ്കീർത്തനം 69-ന്റെ 1-2 വാക്യങ്ങളും വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 8 വരെ, സങ്കീർത്തനം 69 1-2 വാക്യങ്ങൾ. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യായുഷസുമായി 2-ാം ദിവസം. സങ്കീർത്തനം 69 1-2. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴ്ന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ ആദ്യ ദിനങ്ങളിൽ ദൈവം 1-ാം അധ്യായത്തിൽ വെളിച്ചങ്ങളിനെയും ഇരുളിനെയും സൃഷ്ടിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് നാം ആദ്യ വാക്യങ്ങളിൽ വായിക്കുന്നു. ഏറ്റവും അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു. അന്നേരവും ദൈവം അത് ഏറ്റവും നല്ലത് എന്ന് കണ്ടു. 1-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എന്നാൽ 2-ാം ദിവസം ദൈവം ഒരു വിധാനമുണ്ടാക്കി എന്നാണ് വായിച്ചത്. വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യാവിശ്വസമായ 2-ാം ദിവസം. 2-ാം ദിവസത്തെ പ്രത്യേകത അവിടെ നമ്മൾ വായിക്കുന്നത്, വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. വിധാനത്തിന് കീഴെയുള്ള വെള്ളവും മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അതെ, നാം സങ്കീർത്തനം 19-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. 8-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിന്റെ വിരലുകൾ പണിയായ ആകാശം എന്ന് വായിക്കുന്നു. എന്നാൽ 2-ാം ദിവസത്തിൽ, മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം അത് ഏറ്റവും നല്ലത് എന്ന് കണ്ടു എങ്കിൽ 2-ാം ദിവസത്തിൽ അത് നല്ലത് എന്ന് ദൈവം പറഞ്ഞില്ല. കാരണം നല്ലതല്ലാത്ത പലതും ആകാശവിധാനത്തിൽ ഉണ്ട് എന്നുള്ളത്. സാത്താന്യ സേന അവിടെ ഉണ്ട്. അവൻ്റെ ആധിപത്യ സ്ഥാനത്ത് നന്മയല്ല തിന്മ മാത്രമാണുള്ളതെന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. സങ്കീർത്തനം 69 നാം വായിച്ചത് വെള്ളം ഒരു ന്യായവിധിയെ കാണിക്കുന്നു എന്നുള്ളതാണ്. അത് ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴ്ന്നു. വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. അതെ, എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അതെ, വെള്ളം ഒരു ന്യായവിധിയെ കാണിക്കുന്നു. ഇന്ന് രാവിലെ സമയം ന്യായവിധി നമ്മുടെ ജീവിതത്തിലും കടന്നു വരേണ്ടതായിരുന്നു. എന്നാൽ ആ ന്യായവിധിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു. സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന ഏകജാതന പുത്രനെ തന്നെ 69-ാം സങ്കീർത്തനം വായിച്ച പോലെ ന്യായവിധിയുടെ ഓളങ്ങൾ തിരമാലകളും തൻ്റെ പുത്രന്മേൽ പിതാവ് ചുമത്തി. നമ്മൾ വായിക്കുന്നത്, വെള്ളം അവൻ്റെ പ്രാണനോളം എത്തി. ആഴമുള്ള വെള്ളത്തിൽ അവൻ മുങ്ങി. പ്രവാഹങ്ങൾ അവൻ്റെ മീതെ കവിഞ്ഞൊഴുകി. ഇതൊക്കെ 124-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന പോലെ നമ്മെ ഒഴുക്കിക്കളയേണ്ടതായിരുന്നു. ഈ പ്രവാഹങ്ങൾ, ഈ നദി നമ്മുടെ പ്രാണന് മീതെ കവിയേണ്ടതായിരുന്നു. എന്നാൽ ന്യായവിധിയുടെ ആ പ്രവാഹങ്ങൾ നമ്മളെ ഒഴുക്കിക്കളയാതെ നമ്മളെ നിലനിർത്തിയത് കർത്താവിൻ്റെ കാൽവരിയിലെ ക്രൂശമരണമാണ്. അതേ, ജലപ്രളയത്തിൻ്റെ ആ അവസ്ഥയിൽ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കപ്പെടുകയും ന്യായവിധിക്കായി സൂക്ഷിക്കപ്പെട്ട ജലമെല്ലാം നോഹയുടെ കാലത്ത് 40 പേരാവും ഭൂമിയുടെ
മേൽ ചൊരിയപ്പെട്ടതുപോലെ ദൈവം നമ്മൾക്ക് വേണ്ടി ദൈവം നമുക്ക് ഒരുക്കിയിരുന്ന ന്യായവിധി തൻ്റെ പുത്രന്മേൽ ചുമത്തി, തൻ്റെ പുത്രന്മേൽ ചുമത്തപ്പെട്ടു. അവൻ്റെ പ്രാണലോളം ആ വെള്ളം എത്തി എന്ന് കാണും. അതെ, ദൈവം നമ്മെ ന്യായവിധിയിൽ നിന്ന് തൻ്റെ പുത്രൻ മുഖാന്തരം രക്ഷിച്ചു, തൻ്റെ പുത്രനിലൂടെ വീണ്ടെടുത്തു. ഇന്ന് രാവിലെ സമയം പറഞ്ഞു തീരാത്ത മഹിമയുള്ളതായ ഏകജാതനായ പുത്രനായ ദാനത്തെ ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവനെ ഉയർത്തുകയും അവനെ വാഴ്ത്തുകയും ചെയ്യാം. ഇന്നുപോലെ കാലം അവനെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു നാം വായിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു വായിക്കുന്നു. ആഴമുള്ള വൻകുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ വീണ ഞാൻ താണിറങ്ങി കരകയറ്റി പാറയിൽ കാലുകൾ നിർത്തിയ ദൈവത്തിൻ്റെ കരുണാമയനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ സ്നേഹത്തെ ഓർക്കുകയും അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തെ തീർക്കുവാൻ വിൺമയനായിരുന്നവൻ മൺമയനായി തീർന്നു ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കവനെ മഹത്വപ്പെടുത്തുകയും അവനെ ആരാധിക്കുകയും ന്യായവിധിയുടെ വാളിന് കീഴിൽ നമ്മൾ പോകാതിരിക്കാൻ, ന്യായവിധിയായ വെള്ളത്തിൽ നാം മുങ്ങിപ്പോകാതിരിക്കുവാൻ തൻ്റെ പുത്രൻ്റെ മേൽ ന്യായവിധിയുടെ തിരമാലകൾ ചുമത്തപ്പെട്ട ആ വലിയ കരുണ ഓർത്തുകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, വൻ കൃപകൾ ഓർത്തുകൊണ്ട്, ആഴമുള്ള വെള്ളത്തിൽ നമ്മെ ഉയർത്തി പുറമേൽ നിർത്തിയത് ഓർത്തുകൊണ്ട്, കാലുകൾ ഉറപ്പിച്ചത് ഓർത്തുകൊണ്ട്, രാവിലെ സമയം നാം ന്യായവിധിയിലേക്ക് താഴ്ന്നു പോകേണ്ടതായി ഓർത്തുകൊണ്ട്, എന്നാൽ അവിടെ നിന്ന് നമ്മെ പ്രാണമേതേ കവിയായിരുന്ന വെള്ളത്തിൽ നിന്ന് നമ്മെ ഉയർത്തിയ ആ വലിയ ദയ ഓർത്തുകൊണ്ട് ഇന്ന് രാവിലെ സമയം നമുക്ക് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവരുടെ വലിയ അമ്പഴത്തപ്പെടുമാറാകട്ടെ.